ഒരു മാഞ്ഞു പോയതാ. അല്ല സാറ്, ഞാൻ മേജർ നായരുടെ മകളെ മകളെ ഹിന്ദി പഠിപ്പിക്കാൻ വന്നതാ. മകളോ? അങ്ങനെ ഒരു മകളില്ലല്ലോ. മേജർ നായർ എന്റെ അച്ഛൻ. ഞാൻ അദ്ദേഹത്തിന്റെ ഒറ്റ മോനാ. ഹിന്ദി ക്ലാസ് എനിക്കാ. പക്ഷേ എന്റെ അമ്മ സ്മോൾ പോക്സ് വന്ന് കിടക്കുക. ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. സാറിന്റെ വീട്ടിൽ ക്ലാസ് എടുക്കാൻ അങ്ങനെ സൗകര്യം. എക്സാം എടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് ക്ലാസ് എടുത്ത് തീർക്കണം. അങ്ങോട്ട് പോവാം. ഒന്ന് ചോദിച്ചോട്ടെ, അതിപ്രശസ്തനായ ഒരു ഫയൽവാൻ ഈ ഭാഗത്ത് എവിടെ താമസമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് അറിയാം? എന്റെ പേര് കോര. ഫയൽവാൻ വാസ്മിത. കാണുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വീരശൂരന്റെ ശിഷ്യനാകാൻ അനിയൻ ആഗ്രഹിക്കുന്നു. ഫയൽവാൻ വാസുപിള്ള അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യം പറയരുത്. ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാനുവേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരല് മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ തന്നെ. വെറുതെ വിരല് കളയാൻ നിങ്ങൾ പറയുന്ന യാതൊരു കഴിവും അയാൾക്കില്ല. മിണ്ടരുത്. ഇനി ഒരക്ഷരം വേണ്ടിയ ആൾക്ക് എന്റെ പല പറ്റും. അത്ര വലിയ ഗുരുഭക്തിയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഫയൽവാൻ വാസുള്ള ഒരു തെണ്ടിയാണ്. ക്ഷമിക്കണം, എന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഈ അടി എനിക്ക് കിട്ടിയ അംഗീകാരം. നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് കുത്തുപിടിക്കാം. ഞാനാണ് ഫയൽവാൻ വാസുപിള്ള. എന്താണ് ഈ ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ പറ്റി അപവാദം പറഞ്ഞത്? അല്ല, നീയല്ല പറഞ്ഞ ആ ഞാനൊരു ഗർഭാണ്, വയറ്റിൽ കുട്ടിയാന്ന് പറഞ്ഞു, ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് കട്ടിയാന്ന് പറഞ്ഞിട്ട്. അല്ല, നിനക്ക് ഈ ബോർഡ് എഴുതി നടന്നാൽ പോലും പാച്ചേട്ടാ. പാച്ചു എന്ന് വിളിച്ചാൽ മതി. എന്താ പാച്ചേട്ടാ? ആ പറ്റെത്ര രൂപയായി? കയ്യെടുക്ക്. 310 രൂപ. 310? ഇതെന്താ അക്ഷയ മാത്രം? അല്ല, ചെമ്പ് മാത്രം. അല്ല, തന്നാലും വന്നാലും തീരുന്നില്ല. അതെ, കറക്റ്റ് കണക്ക് പറ. 310 രൂപ 25 പൈസ. എന്റെയൊക്കെ കണക്ക് എന്റെ മനസ്സിലുണ്ട്. അത്രയല്ലേ ആയുള്ളൂ. 400 രൂപയില്ലല്ലോ. പാച്ചേട്ടൻ പോയി. ഇനി കട ഇവിടെ ഇട്ടേക്ക് ഞാൻ ഇവിടെ പോണോ? അതല്ല പാച്ചേട്ടാ. പഴവും അപ്പൊ പറയും തന്നെ വേണം. ഒരു 5 രൂപ എടുത്ത് അപ്പൊ 400 രൂപയോ? എടാ, നിന്റെ തന്തയല്ല എനിക്ക് ഇവിടെ കട വെക്കുന്ന അറിയാം. മനുഷ്യനല്ലേ കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. അല്ല, ഈ കണക്കിന് പോയി നീയൊക്കെ എന്നെ റോഡാൻ തരാത്തില്ല അല്ലേ? അപ്പൊ പാച്ചേട്ടൻ ഞങ്ങളോട് കൂടാല്ലോ. നിന്റെ തെണ്ടാനോ? എടാ, നിങ്ങളെ ബർത്ത് കേട്ടാതൊന്നും എനിക്ക് നോട്ടടിയാതുണ്ടും. എന്റെ കൈ കാശുണ്ടേ തരുമോ? ഇല്ലല്ലോ. ഉണ്ടെന്ന് തരുമോ? ഇല്ലാഞ്ഞിട്ടല്ലേ. അപ്പൊ സപ്പോസ് ഉണ്ടെങ്കിലും തരില്ല. ഇങ്ങനെ വായു പൊളിച്ചിറങ്ങാൻ എവിടുന്ന് ഉണ്ടാവും? കോളേജ് വെക്കേഷനല്ലേ? ഒന്നുകിൽ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ സപ്പോസ് ഇതിന് ജോലിക്ക് പോവുക. ഇപ്പൊ തെണ്ടാൻ വരെ യൂണിയൻ മെമ്പർ ആവണം. മെമ്പർഷിപ്പിനുള്ള കാശോടെ പിന്നെ എന്തിന് തെണ്ടത്? എന്ത് ജോലി ചെയ്യും? എന്റെ മാന്യതയെ ചോദ്യം ചെയ്യാത്ത എന്ത് ജോലി? മാന്യത നിനക്കുണ്ടത്? നീ ഏതായാലും കാര്യം ചെയ്യും. ഇവിടെ വന്നിരിക്കുന്ന ആ കിഴവേ മേജർ, ആ പെൺകോന്തനം, അയാളുടെ വീട്ടിൽ ഈ അല്ലറ ചില്ലറ ജോലിക്കൊക്കെ ഒരാളെ വേണം. നീ പോയിട്ട് അയാളെ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ആ സമയം എന്താ കുട്ടി ഇത്? എഴുന്നേൽക്കും. എനിക്ക് 9 വയസ്സുള്ളപ്പോൾ എന്റെ അമ്മ മരിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. ഇന്ന് ഇപ്പോ ഇവിടെ വെച്ച് ഞാൻ എന്റെ അമ്മയെ കണ്ടു. അയൽവൊക്കെ താരെങ്കിലും കാണും. ഗോവിന്റെ വീട് എവിടെയാ? കാസർഗോഡ്. ഒരു പാവപ്പെട്ട കുടുംബം. കെട്ടിക്കാറായ 9 സഹോദരന്മാർ. BA പാസ്സായ ഞാൻ നാട് വിട്ടു. ഒരു ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകൾ. ചുവപ്പ് നാൾ, ഭയങ്കര ചുവപ്പ് നാൾ. അങ്ങനെ ഒരു അസുഖമുണ്ടോ? അസുഖമല്ലെന്ന്. റെഡ് ടേപ്പിസം. എന്റെ സർട്ടിഫിക്കറ്റുകൾ ഫയലിൽ കുടുങ്ങി. എടുക്കാൻ പറ്റില്ലേ? കുടുങ്ങിപ്പോയി. അയ്യോ, കഷ്ടം. എന്നിട്ട് തീർന്നില്ല. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു. എവിടെ വെച്ച്? ഒരു പഴഞ്ചൊല്ലി പറഞ്ഞതാണ്. അത് ശരി. ഹോട്ടലിൽ പാത്രം കഴി.
ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യും. എന്ത് ജോലിയും ചെയ്യാം. എന്റെ അമ്മ എന്നെ ഇവിടെ അല്ല, എനിക്കിവിടെ ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ട്. പക്ഷേ ഇത്രയും വലിയ ശമ്പളം തന്ന ശമ്പളം വേണ്ട. ഒരു മകൻ അമ്മയെ സഹായിക്കുന്നു എന്ന് കരുതിയാൽ അങ്ങനെ ഞാൻ നാളെ ഒന്ന് ജോയിൻ ചെയ്യാം. ദാ,